ഒരു ഘട്ടത്തിൽ സമൂഹം തിരസ്കരിക്കുന്ന ചിന്തയും വ്യക്തിത്വവും മറ്റൊരു ഘട്ടത്തിൽ വാഴ്ത്തപ്പെടും എന്ന സത്യത്തിന്റെ നേർക്കാഴ്ചയാണ് പ്രിയനന്ദനന്റെ പുലിജന്മം. നാടുവാഴിത്ത കാലത്ത് നേർത്ത രോദനമായി അവസാനിച്ച അടിയാളന്റെ ചെറുത്തുനിൽപ്പ് ആഗോളീകൃത കാലത്ത് വാഴ്ത്തപ്പെടുന്നു. ആഗോളീകൃത കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ചെറുത്തുനിൽപ്പിൽ സംഭവിക്കുന്നതാകട്ടെ ചരിത്രത്തിന്റെ ആവർത്തനവും. ഇതേ ബാങ്കിൽ നിന്ന് 50-60 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ടുണ്ട്. ഓരെല്ലാം വലിയ ബിസിനസ്സുകാരാ. ഓറെ നിങ്ങൾ തൊടാൻ വിചാരിച്ചാലും പറ്റൂല. പാലേട്ടൻ വെറും ഒരു കൃഷിക്കാരനായിപ്പോയി. നാടുവാഴിയുടെ ഉന്മാദം മാറ്റാൻ മരുന്നിനായി പുലിജട കൊണ്ടുവരാൻ പുലിവേഷം കെട്ടിയ കാര്യഗുരുക്കളായി നാടകത്തിൽ വേഷമിടുന്ന പ്രകാശൻ പരിസ്ഥിതിയെ കൊള്ളയടിക്കുന്ന പുതിയ കാലത്തിന്റെ വിമർശകനും പ്രക്ഷോഭകാരിയുമാണ്. നമ്മൾ തീരെ ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? പുലിവേഷം കെട്ടിയ കാര്യഗുരുക്കൾ പുലിമറഞ്ഞ തൊണ്ടച്ചനായി പുലിജന്മം പൂണ്ടതുപോലെ പ്രക്ഷോഭകാരിയായ പ്രകാശൻ സ്വന്തം മണ്ണിൽ തിരസ്കൃതനാവുന്നു. വടക്കേ മലബാറിലെ കീഴാള ദൈവമായ പുലിമറഞ്ഞ തൊണ്ടച്ചൻ ഒരു ജനതയുടെ വിമോചന ബിംബമായി നിറഞ്ഞു നിൽക്കുന്നു. പുതിയ രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന അധിനിവേശത്തിനെതിരെ ചെറുത്തു നിൽക്കുന്നവൻ നേരിടുന്ന ഒറ്റപ്പെടൽ അതിന്റെ ഭാവതീവ്രത കൈവിടാതെ പുലിജന്മത്തിൽ പകർത്താൻ പ്രിയനന്ദനന് കഴിഞ്ഞു. പ്രകാശനായും കാര്യഗുരുക്കളായും വേഷമിട്ട മുരളി പ്രതിഭയുടെ പൂർണ്ണത നിറഞ്ഞ അഭിനയമാണ് കാഴ്ചവെച്ചത്. മറ്റുള്ളവർക്കൊക്കെ ആദി. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ആദ്യ ചിത്രം നെയ്ത്തുകാരന് ശേഷവും സിനിമയുടെ വഴിയിൽ കയ്പു നിറഞ്ഞ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന പ്രിയനന്ദനന് ഇപ്പോൾ കിട്ടിയത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഒരു സൂര്യനിയും ബാക്കിയുണ്ടെന്നൊരു മല സ്വന്തം സൂര്യനോടോതി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.